തൊണ്ണൂറ്റിയാറിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് VS. പാലാരിക്കോത്ത് അദ്ദേഹം തോൽപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത്. അന്ന് VS തോൽപ്പിച്ച കോൺഗ്രസ്സുകാരനായ ഫ്രാൻസിസ് വക്കീൽ ഇപ്പൊ കുറെ ആഴ്ചകൾക്ക് മുമ്പിലാണ് അദ്ദേഹവും ഈ കാലയവനിക്കുള്ളിൽ മറഞ്ഞത്. അദ്ദേഹത്തിന് പോലും അവിശ്വസനീയമായിരുന്നു ആ ജയം. VS അങ്ങനെ വെട്ടി വീഴ്ത്തി. പക്ഷെ ഈ 96-ല് എനിക്ക് മനസ്സിലായിട്ടുള്ള VS അന്ന് മനസ്സിൽ നിന്ന് ഈ CPM എന്ന് പറയുന്ന സംഘടനയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെയുള്ള VS ഒരു സംഘടനയെ CPM എന്ന് പറയുന്ന, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പക്ഷേ പഴയ സോവിയറ്റോട് നിന്നൊക്കെ പടർത്തിയ സോവിയറ്റ് വാർപ്പ് മാതൃകയാണല്ലോ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഘടന നിശ്ചയിച്ചത്. ഈ വാർപ്പ് മാതൃക എന്ന് പറഞ്ഞാൽ ലെനിനിസ്റ്റ് ആണെന്നാ പറയാ. എന്നാൽ വാസ്തവത്തിൽ മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിപ്പടുക്കപ്പെടുകയും സംഘടനയാണ് പരമപ്രധാനം എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു നിലയിലാണ് ഈ പാർട്ടികളൊക്കെ പ്രവർത്തിക്കുകയും തകരുകയും ചെയ്തത്. ഇത് ഇന്ന് ഹിന്ദു പത്രത്തിൽ ലേഖനത്തിൽ ആ ഒരു ലേഖനം വിമതത്വത്തെക്കുറിച്ചുള്ള ലേഖനമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ലേഖനം എഴുതിയൊരു പ്രൊഫസർ എന്ന് റോസ ലക്സംബർഗിനെ ഉദ്ധരിക്കുന്നുണ്ട്. ആ ലേഖനത്തിന്റെ നടുവിൽ അത് ഹന്ന ആരന്റിനെ ഉദ്ധരിക്കുന്നുണ്ട്. ചരിത്ര പ്രസിദ്ധരായ ഭൂമിയിൽ ഇതുവരെ പിറന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള 2 വിമതന്മാരെയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. എനിക്കത് വായിച്ചിട്ട് വലിയ സന്തോഷമായി. കാരണം VS ഇല്ലാത്തൊരു ദിവസം ചരിത്രത്തിലെ വലിയ വിമതന്മാരെ വെച്ചിട്ട് ഒരു ലേഖനം വായിക്കാൻ കഴിയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പൊ 96-ല് VS ഈ സംഘടന എന്ന് പറയുന്ന കാര്യത്തെ അങ്ങ് കളയുകയും മനസ്സിൽ നിന്ന് കളയുകയും ഒറ്റക്കാവാൻ തീരുമാനിക്കുകയും ജനങ്ങളെ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്നൊരു സ്ഥലത്തേക്ക് വരുന്നു. ശരി. പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിയാൽ ഈ ഒരു ഉള്ളടക്കം VS കാണാം. കാരണം 2019 നിശബ്ദനാകുന്നത് വരെ VS മലയാളികളോടാണ് സംസാരിച്ചുകൊണ്ട്. ശരി, ഞാൻ അതിലേക്ക് വരാം. അങ്ങ് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ മറ്റ് പ്രതികരണങ്ങൾ കൂടി തേടിയതിനു ശേഷം ശ്രീ MP ചെക്കുട്ടി, ഇവിടിപ്പോ കുറച്ച് കടന്നുപോയി എന്ന് വേണമെങ്കിൽ ആദ്യം കേൾക്കുമ്പോൾ തോന്നാവുന്ന ഒരു പരാമർശം ശ്രീ ഉമേഷ് ബാബു നടത്തുകയുണ്ടായി. VS വളരെ സജീവമായിരുന്നു ഇപ്പോഴും രാഷ്ട്രീയത്തിൽ പൊതു രംഗത്ത് എങ്കിൽ പിണറായിയുടെ സർക്കാർ ഉണ്ടാകുമായിരുന്നോ എന്ന്. പക്ഷേ അതൊരു അതിശയോക്തിയല്ല. കാരണം അങ്ങേക്കും അറിയുന്നത് പോലെ നായനാർ സർക്കാരിൻ്റെ കാലത്തന്ന് VS ഇടതുമുന്നണി കൺവീനറാണ്. താരതമ്യേന ഒരു ശക്തമായൊരു പദവി എന്നൊന്നും പറയാൻ കഴിയാത്ത ഒന്നാണ് അല്ലേ? ആ ഘട്ടത്തിൽ ഈ മുല്ലപ്പെരിയാർ വിഷയം ശക്തമായി ഉന്നയിക്കുക, അതിൽ ബേബി ജോണ് പ്രതിക്കൂട്ടിലാകുന്നൊരു സാഹചര്യം വരിക, RSP അതിനോട് കലഹിക്കുന്ന സാഹചര്യം വരിക. പക്ഷെ അവിടെ അവസാനിപ്പിക്കുകയല്ല VS ചെയ്യുന്നത്. VS ആ സ്ഥലത്ത് പോകുന്നു, എന്തൊക്കെയാണോ ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് അത് ശരിയെന്ന് സ്ഥാപിക്കുന്നു. അങ്ങനെ ആ സർക്കാർ വലിയ പ്രതിരോധത്തിലേക്കും ഓഡിറ്റിങ്ങിലേക്കും പോയൊരു ഘട്ടമുണ്ട്. അതുകൊണ്ട് 2019 മുതലുള്ള നിശബ്ദത ആർക്ക് കിട്ടിയ ആനുകൂല്യമാണ് എന്ന ഓർമ്മ കൂടി വെച്ചുകൊണ്ടാണോ VS വിട വാങ്ങുന്നത്? അല്ല, ഉമേഷ് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. VS സാധാരണ നിലയിൽ അദ്ദേഹത്തിന് ഉയരുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒച്ചു ഓർപ്പിക്കാനിടയില്ലാതിരുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി, 5-6 വർഷങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2ാം ഭരണം യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, നിരാശാജനകവും മാത്രമല്ല, ഒരു മലയാളി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കിയ ഒരു സർക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ VS അദ്ദേഹത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളിലും തയ്യാറാവും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഒരു മഹാമൗനത്തിലേക്ക് വഴുതി വീണു. അതുകൊണ്ട് VS അതിനോട് കോംപ്രമൈസ് ചെയ്യും എന്ന് ഒരിക്കലും എനിക്ക് ബോധ്യപ്പെടാനായി. പക്ഷെ മാത്രമല്ല, വേറെയും പല കാര്യങ്ങളുണ്ട്. VSൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ എല്ലാ കാലത്തും ഈ തരത്തിലൊരു ശക്തമായ പൊസിഷൻ അദ്ദേഹം എടുത്തിട്ടുണ്ട്.